ഹായ് ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ. സൺഡേ ഫുള്ളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അന്നത്തെ ദിവസം രാവിലെ സുബഹി നമസ്കാരവും വെറും ചായയും കുടിച്ചിട്ട് ബ്രെഡ് പൊരിച്ചതുമായിരുന്നു രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റം അടിക്കാൻ പോയി. അത് കഴിഞ്ഞ് മുറ്റം അടിക്കലോ റമദാനൊക്കെ ആവാറായില്ലേ, അപ്പോൾ ക്ലീനിങ് ഗാർഡനിൽ തന്നെ സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യത്തിലേറെ പുല്ല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടയിലായിട്ട് പറിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓരോ ഭാഗങ്ങളിൽ നല്ലോണം ഉണ്ട്, ഓരോ ഭാഗമായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. മാത്രമല്ല ഇൻഷാ അല്ലാ ഗാർഡൻ കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളും അവരെ കൊണ്ട് ആകുന്ന പോലെ ഹെൽപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ബേബിക്ക് പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടാണ് ഞാൻ വന്നത്. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ഗാർഡൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. എല്ലാം ഈ ബഡ് തൈകളുണ്ടല്ലോ, അതൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട്. കുറച്ച് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല വെയിലാണ്. അതുകൊണ്ട് വെയിലാകുമ്പോഴേക്കും കുറച്ചൊക്കെ പുല്ലൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയത്. ഫ്രണ്ടിൽ തന്നെ പേരൊന്നും അറിയില്ല കേട്ടോ. നല്ല ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. അത് ഫ്ലവറായിട്ട് നിൽക്കുക നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ മൂടി വരും, നല്ല എന്താ പറയുക, നല്ല ഫ്ലവർ ചെയ്തിട്ട് നല്ല തണലുമാണ്. ഇപ്പം ഞങ്ങൾ കുറച്ചായിട്ടുള്ളൂ വെച്ചിട്ട്, അപ്പം തന്നെ നല്ല ഭംഗി തന്നെ വന്നിട്ടുണ്ട്. ഫ്ലവറായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതില്ലേ, ഞാൻ പോയി തൊട്ടത് ഒരു കമ്പം കൊണ്ട് ഒടിഞ്ഞു വന്നു. ആ പൊട്ടിയ കമ്പിനെ ഞാൻ അപ്പുറത്ത് നട്ടിട്ടുണ്ട്. വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല തണലുമായിട്ട്. അങ്ങനെ ഈ ബദാം നിൽക്കില്ല, അതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കാണാൻ. അപ്പോൾ അതിനെ അപ്പുറത്താക്കി നട്ട് വെച്ചിട്ടുണ്ട്. വരികയാണെങ്കിൽ വരട്ടെ, ഇൻഷാ അല്ലാ. കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഏകദേശമൊക്കെ ഇവിടെ ഒന്ന് വൃത്തിയാക്കി. ഒരു ഭാഗം മാത്രമേ വൃത്തിയാക്കിയുള്ളൂ. ഈ ഭാഗത്തേക്ക് കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ആ മതിലിനോട് ചേർന്ന് നല്ലോണം ഉണ്ട് പുല്ല്. ഇപ്പോൾ ഈ ദൂരത്തായതുകൊണ്ട് അങ്ങനെ അറിയാത്തതുകൊണ്ടാണ്. അങ്ങോട്ട് നല്ല പുല്ലുണ്ട്, അതുപോലെ തന്നെ ഉറുമ്പും ഉണ്ട്. ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ നല്ലപോലെ ഉറുമ്പ് കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നീട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ വൃത്തിയാക്കി. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് കയറി. തലേ ദിവസം ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഈ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല ക്ഷീണമായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നീർദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ പച്ചരി അരച്ചിട്ട് ദോശ ഉണ്ടാക്കില്ലേ, അതിനാണ് ഈ നീർദോശ എന്ന് പറയാം. നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണ് അതിനെ പറയാമെന്നറിയില്ല. അതുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ അതിനൊക്കെ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ലഞ്ചിനുള്ള ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലൊരു 4 വിസിൽ, ജയ അരിയാണ് കേട്ടോ, 4 വിസിൽ കുക്കറിലിട്ടതിന് ശേഷം മൺചട്ടിയിലാണ് ഒന്നുകൂടി തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ സാധാരണ അടുപ്പത്ത് വെക്കില്ല, അതുപോലെ തന്നെ ചോറ് ഞാൻ എങ്ങനെയാണ് കേട്ടോ വയ്ക്കുക. അത് അപ്പുറത്തെ അടുപ്പിൽ ചോറും തിളയ്ക്കുന്നുണ്ട്. ഇപ്പോഴത്തേത് ദോശയായി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ദോശയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങളും കഴിച്ചു. അപ്പോൾ എല്ലാം കൂടി ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലാഗാകും വീഡിയോ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ലഞ്ചിനുള്ള റെഡിയാക്കുകയാണ്. ചോറ് ഊറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് അയില ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ അതിനെ ക്ലീനാക്കി മസാല തിരുമ്പി പൊരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇക്കാക്ക് കറിയൊന്നും വേണ്ട, ഉച്ചക്കലത്തേക്ക് ചീരത്തോരൻ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മീനും പൊരിച്ച്
ചീര തോരനും ആക്കി. ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ ബട്ടർ മിൽക്കും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാ മീനൊക്കെ ക്ലീനാക്കി മസാല തിരുമ്മി കാശ്മീരി മുളക് പൊടിയും ഉപ്പും വാളംപുളിയും വെള്ളമാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഇപ്പോൾ പൊരിക്കാനുള്ളത് മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്ത് ഫ്രീസറിൽ കൈയോടെ തന്നെ വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മീൻ പൊരിക്കലാണ്. അടുത്തത് ചീര കട്ടയിലാണ്. നമ്മൾ ചീരയിലോട്ട് ഒരു സവാളയും കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും. ഇനി അതിൽ ഇപ്പോൾ ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, പച്ചമുളക് ഇടുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ചീര അവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കാം. ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ബട്ടർ മിൽക്ക് റെഡി. ക്യാരറ്റ് ഇതിലുണ്ട്. ഇനി ഇതാ സ്കൂളിലേക്ക് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് പാച്ചൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഷവർമ്മ ഉണ്ടാക്കിത്താന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഉണ്ട് പറയുന്നു. അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് കുബൂസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷവർമ്മ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ. ഫൈസിയും ബേബി നല്ല ഉറക്കമാണ്. പാച്ചുവിനെ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കാറില്ല. സ്കൂളിൽ പോകുമ്പോൾ ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട്. രാവിലെ പുല്ല് പറിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുക്കുംബറും പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തനൊക്കെ മുറിച്ചിട്ടിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അവൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്ക് ഉണ്ടാക്കി താന്നാണ് പറയണത്. അപ്പോൾ അത് ഞാൻ പറയേണ്ട അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരാമെന്ന്. ഇപ്പോൾ ഇതാ മയനൈസ് ഉണ്ടാക്കുകയാണ്. മയനൈസിനുള്ള എഗ്ഗ് ബോയിൽ ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതാ അവൻ എന്നിട്ട് കുക്കറിനിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഴിക്കട്ടെ. മെല്ലെ 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 വെക്കണം. കൈ മാറ്റി മെല്ലെ മെല്ലെ അതിൽ പോയി തട്ടണം. പൊക്ക് നല്ല പൊക്ക് വെച്ചാ വിസിലെടുത്ത വിസിലടിക്കണ്ട. അതാണ് ടാസ്ക്. ഫസ്റ്റ് വേഗം അമർത്ത് 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 വേഗം അമർത്തുന്നത്.
തിരിക്കിനി അത് ഇതുണ്ടാവും തേൻ്റെ ഇതുണ്ടാവും തിരിക്കും അങ്ങനെ വരില്ല അങ്ങനെ മതി ഇപ്പം ഇതാ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഷവർമ്മയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ ഉണ്ടായിരുന്നു ഒരു പീസ് അറിഞ്ഞില്ലേ, അതിനെ കട്ട് ചെയ്തിട്ട് പൊരിക്കാനിടാനും പിന്നെ അതുപോലെ തന്നെ എല്ലാ വെജീസും ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ക്യാരറ്റും ക്യാബേജ് കുക്കുംബർ പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് എല്ലാതും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ, മയോണൈസും കുറച്ച് കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. പിന്നെ എല്ലാം ഷടപടയെന്നായിരുന്നു. പാച്ചുവിന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെയറിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറയണ്ട അതിൽ കയറി നിൽക്കണ്ടാന്ന് അതിൽ കയറി നിന്ന് ഒരു വീഴ്ചയും കിട്ടി, ചെറുതായി കാലൊന്ന് മുറിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വന്നു. വീഴ്ചകളിൽ നിന്നാണല്ലോ നമ്മൾ പാഠം പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പാഠം പഠിച്ചു. ഇനി ചെയറിൽ കയറാൻ പാടില്ല എന്നുള്ളത് അവൻ പഠിച്ചു. ഇനിയിപ്പോൾ ഇതാ മയണൈസ് അടിക്കലാണ്. നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് ഉണ്ടല്ലോ, അതിനെ മിക്സിയിൽ ഒരു ഗാർലിക്കും സോൾട്ടും അതുപോലെ തന്നെ വിനേഗറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ ചെറു ചൂടുവെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്ത ഹോം മെയ്ഡ് മയണൈസ് റെഡി ആയിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയപ്പോൾ അതാ ഞാൻ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഷവർമ്മ ഞാൻ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് പാച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്കുള്ള ഷവർമ്മ അവൻ തന്നെ റെഡിയാക്കുകയാണ്. ഇതാ അപ്പോൾ അവനക്കുള്ള ഇത് റെഡിയാക്കി അവനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ചെയ്യണം. പിന്നെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഷവർമ്മ കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നമുക്ക് കുബൂസ് ഉണ്ടാക്കാനും എല്ലാം കൂടെ നടക്കില്ല ഈ കുട്ടികളെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കുബൂസ് പുറത്തുനിന്ന് വാങ്ങിച്ചു. ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ വെജിറ്റബിൾസൊക്കെയാണ് ഉള്ളത് അതെല്ലാം കൂടി ചേർത്ത് ഒരു ഷവർമ്മ, തട്ടിക്കൂട്ട് ഷവർമ്മ എന്ന് പറയാം. എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ രാത്രിയായി, അങ്ങനെ ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. സൺഡേ അല്ലേ, കുട്ടികൾക്കൊരു ഔട്ടിങ് ആയിക്കോട്ടെ എന്ന് കരുതി പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഫുഡും പുറത്തുനിന്നൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരാമെന്ന് വിചാരിച്ചു. അപ്പം തൊട്ടടുത്ത് തന്നെ ടൗണിൽ തന്നെ പോയത്. അൽഹംദുലില്ലാ സൺഡേ അങ്ങനെ കഴിഞ്ഞു. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സൺഡേ ഉണ്ടാവാറ്. എല്ലായ്പ്പോഴും അങ്ങനെ പുറത്ത് പോക്കൊന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോകും, ഡിന്നർ പുറത്തുനിന്ന് കഴിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളെ ഉണ്ടാവുക. നിങ്ങൾക്ക് എങ്ങനെയാണ് സൺഡേ ഉണ്ടാവുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ നമുക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്.